സർവകലാശാല സിൻഡിക്കേറ്റ് തന്നെയാണ് ഉന്നത ബോഡി എന്നുള്ളത് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ വ്യക്തമാണ് അല്ലേ? അതെ, കോടതി അടക്കം അത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കോടതിയുടെ ആ ഒരു തീരുമാനത്തെ ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ അത് എടുക്കുകയാണ്, സ്വീകരിക്കുന്നു. എന്തായാലും ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം 100% ശരിയാണെന്ന് തെളിഞ്ഞതായി കേരള സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ജി മുരളീധരന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്. അതായത് ഇവിടെ അതായത് സിൻഡിക്കേറ്റ് തീരുമാനം നിയമപരമാണെന്ന് കാരണം ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. അപ്പം നിയമവിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്നവരെയാണ് ഇപ്പോൾ രാജ്ഭവൻ VC-മാരായി നിയമിക്കുന്നതെന്നും ജി മുരളീധരൻ പറഞ്ഞു. അത് ഏറെക്കുറെ ശരിയുള്ള കാര്യം കൂടിയാണല്ലേ? സർവകലാശാല എടുത്ത തീരുമാനം 100% ശരിയായിരുന്നു. പലരും പറഞ്ഞ് VC-യുടെ ആബ്സെൻസിൽ കൂടിയ സിൻഡിക്കേറ്റ് തീരുമാനത്തിന് ഒരു വിലയുമില്ല, നിയമപരമായി നിൽക്കില്ലെന്നാണ് ഇന്നലെ ചാർജുകാരിയായിട്ടുള്ള വൈസ് ചാൻസലർ പറഞ്ഞത്. ഇന്നിപ്പോൾ കോടതിയിൽ ഡോക്ടർ KS അനിൽകുമാറിൻ്റെ ഹർജി പിൻവലിക്കാൻ അനുമതി നൽകിയതോടുകൂടി ഇന്നലത്തെ സിൻഡിക്കേറ്റ് നിയമപരമാണ് എന്നാണ് ഇന്ന് കോടതി അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ KS അനിൽകുമാറിന് രജിസ്ട്രാറായി തുടരാം. ഇത് കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടും അതേപോലെ തന്നെ ആക്റ്റിനും കിട്ടിയിട്ടുള്ളൊരു അംഗീകാരമാണ്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും വയലേറ്റ് ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല. അന്തിമ തീരുമാനം സർവകലാശാലയെ സംബന്ധിച്ചെടുക്കാനുള്ള അവകാശം സിൻഡിക്കേറ്റിനാണ്. ആ സിൻഡിക്കേറ്റ് അതിന് അവസരം കിട്ടിയപ്പോൾ അത് കൃത്യമായി തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കോടതി വിധിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്.